എല്ലാവർക്കും സാദര നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു സായൻകാലം സന്ധ്യാവന്ദനം നിങ്ങൾക്ക് നേരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും പരമപ്രധാനമായ, നമ്മളെല്ലാം അനുവർത്തിച്ചു കൊണ്ടുപോകേണ്ട ഒരു പരമമായ സത്യത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ വിളക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥനകൾ ചെയ്യാറുണ്ട്, അമ്പലങ്ങളിൽ പോകാറുണ്ട്, ക്ഷേത്രാരാധനകൾ നടത്താറുണ്ട്, ദീപാരാധനകൾ നടത്താറുണ്ട്, മറ്റ് ആചാര അനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യാറുണ്ട്. ഇതും നമ്മൾ എങ്ങനെ വിളിക്കുന്ന ഈ പറയുന്ന ആത്മീയതയും ധാർമ്മികതയും എങ്ങനെയാണ് ഒത്തു കൊണ്ടുപോകേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വിശകലനമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. അതായത് ജീവിതത്തിന്റെ വിളക്ക് എങ്ങനെയാണ് നമ്മൾ തെളിക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ പ്രകാശിപ്പിച്ച് നിർത്തേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വിശദമായ ഒരു തിരനോട്ടം നമുക്ക് നടത്തിക്കളയാം. ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ എല്ലാവരും ആത്മീയത പാതയിൽ സഞ്ചരിക്കുന്നവരാണ്. എന്നാൽ എന്താണ് ഈ ആത്മീയത എന്ന് പറയുന്നത്? നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചമാണ് ആത്മീയത എന്ന് വളരെ ലളിതമായി പറയും. ആ വെളിച്ചം പുറത്തേക്ക് പ്രകാശിപ്പിക്കുന്ന രീതി എന്താണോ അതിനെയാണ് നമ്മൾ ധാർമ്മികത എന്ന് പറയുന്നത്. അപ്പോൾ ആത്മീയതയും ധാർമ്മികതയും പരസ്പര പൂരകങ്ങളായ ഘടകങ്ങളാണ്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായിരിക്കണം ആത്മീയതയും ധാർമ്മികതയും. ആത്മീയമായ ഉന്നതിയിൽ എത്തുമ്പോഴും ധാർമ്മികമായ മൂലച്യുതി സംഭവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ധാർമ്മികത മാത്രമല്ല നഷ്ടപ്പെട്ടുള്ളത്, ആത്മീയതയെ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സദാചാരവും നന്മയും ഇല്ലാത്ത ആത്മീയത വെള്ളമില്ലാത്ത ഒരു കിണർ പോലെ എന്നാണ് ഗുരുവാക്യം. ഭക്തിയോടെ ചെയ്യുന്ന ഓരോ കാര്യവും ധർമ്മത്തിന് നിരക്കാത്തതാണെങ്കിൽ അത് ഈശ്വരനിൽ എത്തിച്ചേരില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആത്മീയമായിട്ട് ഉന്നതിയിൽ എത്തിക്കഴിഞ്ഞിട്ടും അവർ വേദവും ഉപനിഷത്തുകളും കലക്കി കുടിച്ചിട്ട് ഭഗവാനിലെ നൈവേദ്യത്തിന് വേണ്ടി കാട്ടിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ അവരെത്രത്തോളം ധാർമ്മികതയിലുണ്ടെന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും. അതിന് രാഷ്ട്രീയമായ മാനങ്ങളൊക്കെ അവർക്ക് സംസാരിക്കാമെങ്കിലും ഭഗവാന്റെ സേവകനായി നിൽക്കേണ്ട ആൾക്കാർ തന്നെ ധർമ്മം വിട്ടുമ്പോഴാണ് ഇത്തരം മൂല്യച്യുതികൾ ലോകത്ത് സംഭവിക്കുന്നത്. ഞാൻ അത്തരം സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ കടക്കുന്നില്ല. നമുക്ക് വേദിക്കായിട്ട് അല്ലെങ്കിൽ വേദങ്ങൾ ഉപനിഷത്തുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ചിന്താഗതിയെ ഒന്ന് വിശകലനം ചെയ്തു. നമ്മുടെ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ധർമ്മം എന്നത് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ഘടകം എന്താണോ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മോ രക്ഷിത് രക്ഷ എന്നാണ് വേദവാക്യം. ധർമ്മത്തെ നാം രക്ഷിച്ചാൽ ധർമ്മം നമ്മെയും രക്ഷിക്കും എന്നതാണ് പ്രമാണം. ഇന്ന് കാലം മാറി വന്നപ്പോ നമ്മൾ ധർമ്മത്തെ രക്ഷിക്കുന്നതിന് പകരം ധർമ്മം നമ്മളെ രക്ഷിക്കട്ടെ എന്നുള്ള അവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചു പോയിരിക്കുന്നു. എന്നാലും ഇന്നും വേദവാക്യങ്ങൾ അർത്ഥമാക്കി മുന്നോട്ട് പോകുന്ന ഒരുപാട് സമൂഹത്തെ കാണാൻ സാധിക്കുമെന്നത് സന്തോഷകരമായ അവസ്ഥ. അപ്പോൾ ധർമ്മത്തെ രക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു കർത്തവ്യമാകുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ ആ ശക്തി നിലനിർത്തുക എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും അകത്തളങ്ങളിൽ ഉരുവിട്ടു പോകേണ്ട, അകത്തളങ്ങളിൽ ഉണ്ടാവേണ്ട ഒരു പ്രപഞ്ച സത്യം എന്നാണ്. അപ്പോഴാണ് ആത്മീയത പൂരിതമാവുകയുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 3 ഘടകങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം. ഒന്ന്, കർമ്മഫലം എന്ന് പറയുന്ന സത്യം. എന്താണ് കർമ്മഫലം എന്ന് പറയുന്നത്? നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഒരു ഫലമുണ്ട്. അത് ചെയ്താൽ നല്ലത് വരും എന്ന് മാത്രമല്ല, ചീത്ത ചെയ്താൽ ചീത്ത തന്നെ സംഭവിക്കും. നിങ്ങളൊക്കെ ഒരുപാട് ജീവിതം കണ്ടവരാണ്, അനുഭവിച്ചവരാണ്. ഇതെല്ലാം ഏറെക്കുറെ നമ്മൾ അനുഭവിച്ച് മുന്നോട്ട് വന്നവരാണ്. ആ നിലയിൽ പറയുകയാണ്, വരും തലമുറക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ കുലധർമ്മമായി എടുക്കണം. ആരാണ് നമ്മുടെ കുലത്തെ നിലനിർത്തേണ്ടതെന്ന് ചോദിച്ചാൽ, ആരാണോ കുലധർമ്മം അനുഷ്ഠിക്കുന്നത് അവർക്ക് മാത്രമേ കുലം ഉള്ളൂ.
അപ്പൊ നമ്മുടെ കുലം എങ്ങനെയായിരിക്കണം, എന്റെ കുടുംബം, കുലം എന്ന് പറഞ്ഞാൽ കുടുംബം, കുടുംബം എപ്രകാരമായിരിക്കണം എന്നത് തീരുമാനിക്കുന്നത് ആ കുടുംബത്തിലെ മുതിർന്ന ആൾക്കാർ അനുവർത്തിക്കുന്ന ജീവിതചര്യയാണ് എന്ന് പറയേണ്ടി വരും. അവർ പറയുന്ന വാക്കുകളല്ല, അവർ അനുവർത്തിക്കുന്ന ജീവിതചര്യയാണ് ആ കുടുംബത്തിന്റെ മാന്യത എന്ന് പറയുന്നത്. അപ്പൊ ഓരോ നിങ്ങളെപ്പോലെ സമൂഹം ഇന്നിപ്പോ ജീവിതത്തിലെ ആ നല്ല കാലഘട്ടങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന, സ്വസ്ഥവും ആയിരിക്കുന്ന കാലഘട്ടങ്ങളിൽ എത്തിയിരിക്കുമ്പോൾ ഈശ്വര ചൈതന്യത്തിലേക്ക് ലയനം പ്രാപിക്കാൻ സദാ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ നമ്മുടെ കുലധർമ്മത്തെ അനുഷ്ഠിക്കേണ്ടത് വളരെ പ്രാധാന്യമാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത് സത്യം വധ ധർമ്മം ചര എന്നുള്ളതാണ്. എന്താണ് സത്യം പറയുക, ധർമ്മം പ്രവർത്തിക്കുക എന്ന് മാത്രം. അപ്പൊ ഇവിടെ കേവലം വാക്കുകളെ കൊണ്ട് നമുക്കൊന്നും നേടാനില്ല. അത് വാക്കുകൾ വെറും ഒരു പ്രയോഗങ്ങൾ മാത്രമാണെന്നും മറിച്ച് ഈശ്വരനിലേക്ക് എത്താനുള്ള കോവണി എന്ന് പറയുന്നത് സത്യവും ധർമ്മവുമാണ് എന്ന് തിരിച്ചറിയുക. ഈശ്വരനിൽ ലയനം പ്രാപിക്കണമെങ്കിൽ മാർഗം സത്യവും ധർമ്മവും മാത്രമേ ഉള്ളൂ. ഈ സത്യത്തിലെയും ധർമ്മത്തെയും വിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈശ്വരനിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തും എന്നുള്ള സത്യം തിരിച്ചറിയുക. അത് ആവശ്യമായി ഉപയോഗിക്കുന്ന വാക്കുകളാകട്ടെ, അനാവശ്യമായി ഉപയോഗിക്കുന്ന വാക്കുകളാകട്ടെ, അല്ലെങ്കിൽ അറിയാതെ ഉപയോഗിക്കുന്ന വാക്കുകളാകട്ടെ, അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നതാകട്ടെ, എല്ലാം ഇത് ഒന്നിൽ തന്നെയാണ് എത്തിച്ചേരുന്നത്. ഈ കോവണിയുടെ നീളം കൂട്ടിക്കളയും. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട യജ്ഞം എന്ന് പറയുന്ന പ്രാധാന്യത്തെ പറ്റി. അതാണ് യജ്ഞം എന്ന് പറഞ്ഞ മറ്റൊന്നുമല്ല, വീട്ടിലെ നിത്യേനയുള്ള വിളക്ക് തെളിയിക്കലും പ്രാർത്ഥനയും പോലെ തന്നെ പ്രധാനമാണ് മറ്റൊരാളോടുള്ള കരുണയും സഹായ മനസ്കതയും. ഇതിനെയാണ് നമ്മൾ സാധാരണ ഇതിൽ നമ്മൾ സാധാരണ പറയുക നാരസേവ, നാരായണ സേവ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ട്, വിളക്കുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ തൊട്ടടുത്ത വീട്ടിൽ അന്നം ഇല്ലെങ്കിൽ ഒരു പിടി ഒരു പിടി അരി കൊടുക്കാൻ മനസ്സില്ല. മറ്റു ഒരു കാരുണ്യം വേണ്ട ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കുക. ക്ഷേത്രങ്ങളായാൽ ക്ഷേത്രങ്ങളൊക്കെ കടന്നു പോകുന്നു. ക്ഷേത്ര ഭണ്ഡാരത്തിൽ തന്റെ പേരും പ്രശസ്തിയും തെളിയിക്കാനായിട്ട് അവിടെ എല്ലാം ചെയ്യുന്നു, പ്രാർത്ഥനകൾ നടത്തുന്നു, സേവനങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവിടെ എന്താ പറയാ, അവിടെ കൊടിമരം തൂക്കുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ പാവപ്പെട്ട ഒരുത്തിനെ കണ്ടു കഴിഞ്ഞാൽ 100 രൂപ നോട്ട് എടുത്തു കൊടുക്കാൻ വൈക്ലഭ്യം. യജ്ഞം സാധ്യമാവില്ല. ഇവിടെ നമ്മൾ പരാജയപ്പെടും. അവിടെ ധർമ്മം ഉണ്ടാവില്ല, ആത്മീയത പരിപൂർണമാവില്ല എന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാരസേവ, നാരായണ സേവ. ഒരു നാരായണ സേവ കൊണ്ട് ഒരിക്കലും നാരായണൻ നിങ്ങളിൽ സംതൃപ്തനാവില്ല എന്ന്. ഇനി നമുക്ക് മറ്റൊരു രൂപത്തിൽ ഇതിനെ കണ്ടു നോക്കാം. നമ്മൾ ഒരുപാട് യോഗയെ പറ്റിയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് യോഗ ക്ലാസ്സിൽ പറയുകയുണ്ടായി. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളും സന്ധ്യാവന്ദനവും ഒക്കെ അടങ്ങുന്ന ഭക്തി മാർഗം അല്ലെങ്കിൽ ഭക്തി യോഗ എന്ന് പറയുന്ന ഈ സംഭവം. ഹലോ.
ശരി, എൻ്റെ ഒരു കോൾ വന്നു. റെക്കോർഡിംഗ് ഉണ്ടല്ലോ മീൻ? ഓക്കെ. അപ്പോൾ നമുക്ക് രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് ഭക്തി യോഗയെ പറ്റിയിട്ടാണ്, ഭക്തി മാർഗത്തെ കുറിച്ചാണ്. സാധാരണക്കാർക്കും ഭക്തർക്കും ഇടയിൽ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി കൊണ്ടുപോകേണ്ടത്? എന്താണ് ഈ ഭക്തി എന്ന് പറഞ്ഞാൽ? നിങ്ങളെല്ലാവരും പ്രാർത്ഥനകളും മറ്റും കാര്യങ്ങൾ ചെയ്യുന്ന ഈ പരിപാടിയാണ് ഭക്തി എന്ന് കരുതുന്നതെങ്കിൽ തെറ്റിപ്പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഭക്തി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അത് ഈശ്വരനോടുള്ള സ്നേഹമാണ്. ഈശ്വരനോടുള്ള പരമമായ സ്നേഹത്തെയാണ് നമ്മൾ ഭക്തി എന്ന് പറയുമ്പോൾ. ആരാണ് ഈശ്വരൻ? എവിടെയാണ് ഈശ്വരൻ കുടികൊള്ളുന്നത്? അപ്പോൾ ഭഗവാനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മറ്റാരെങ്കിലും വേദനിപ്പിക്കാൻ കഴിയും? അല്ലെങ്കിൽ മറ്റൊരാളുടെ സങ്കടത്തെ കാണാതിരിക്കാൻ സാധിക്കും? എന്നിലും നിന്നിലും കുടികൊള്ളുന്ന ചൈതന്യം എന്താണോ അതിനെയാണ് ഞാൻ പൂജിക്കുന്നതെങ്കിൽ, ദൈവം എന്ന് പറയുന്ന പരമസത്യത്തെ നമ്മൾ പൂജിക്കുന്നുവെങ്കിൽ അതിന്റെ ഭാഗമായിരിക്കുന്ന അതിന്റെ തന്നെ ഭാഗമായിരിക്കുന്ന സർവ്വതും അത് തന്നെയല്ലേ? അപ്പോൾ ഭക്തിമാർഗം നമ്മൾ ചരിക്കുമ്പോൾ അവിടെ മറ്റൊരാളെയും നമ്മളും തമ്മിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും കാണാൻ സാധിക്കില്ലെങ്കിൽ ഭക്തിയിൽ ധാർമ്മികതയെ പറ്റി പറയേണ്ടിയിരിക്കുന്നുണ്ടോ? രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരിലും ഈശ്വരനെ കാണുക എന്ന് പറയുന്ന പരമമായ സത്യത്തെ, തൂണിലും തുരുമ്പിലും അവൻ ഇരിക്കുന്നു എന്നും എന്നിലും എൻ്റെ അയൽവാസിയിലും അവൻ ഇരിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥ ഭക്തി. യേശുദേവൻ നിന്നെപ്പോലെ നീ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞതിന്റെ വളരെ ലളിതമായിട്ടുള്ള വ്യാഖ്യാനം. യുഗാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളെ ഋഷീശ്വരന്മാർ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഭക്തിമാർഗം നീ നിന്റെ നാരായണൻ ലയിക്കാൻ ശ്രമിക്കുമ്പോൾ നരന്മാരെ എല്ലാവരെയും ഉൾക്കൊണ്ടാൽ മാത്രമേ നാരായണൻ ആവുകയുള്ളൂ എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് എന്നെയും അവനെയും നിന്നെയും അവനെയും ഒരേപോലെ ഉൾക്കൊള്ളാൻ കഴിയുക എന്നത് മാത്രമാണ്. നമുക്ക് എത്ര പേർക്ക് അത് സാധിക്കുന്നു എന്ന് സ്വയം ഒരു വിശകലനം ചെയ്തു നോക്കും. എന്ന് വെച്ചാൽ നമ്മളിലുള്ളതെല്ലാം മറ്റൊരാൾക്ക് കൊടുത്ത് പോകണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. സ്നേഹം എന്ന അമൂർത്തമായ ഭാവത്തെ എല്ലാവരിലും ലയിപ്പിക്കാൻ സാധിക്കണം, എല്ലാവർക്കും നൽകാനും സ്വീകരിക്കാനും സാധിക്കണം. മറ്റൊരാളെ പരിഹസിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് നാമം ജപിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. നാമജപം ചെയ്യുമ്പോഴോ നാമജപം ചെയ്തു കഴിഞ്ഞപ്പോഴോ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള കാര്യം കൂടെ കൃത്യമായി പറയാം. നാമം ജപിക്കാൻ വന്നിരിക്കുമ്പോഴും വീട്ടിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരം കേട്ട് കഴിഞ്ഞാൽ ആ വീട്ടിലെ വെട്ടുകത്തി വെറുതെയാണെന്ന് തോന്നും. ആ വീട്ടിലെ വെട്ടുകത്തിക്ക് പോലും ഇത്രയും മൂർച്ച ഉണ്ടാവില്ല. അത്രയും ഷാർപ്പായിട്ടുള്ള വാക്കുകൾ കൊണ്ട് സ്വന്തം മക്കളെയോ മരുമക്കളെയോ കൊച്ചുമക്കളെയോ ശകാരിക്കുന്ന നാവുള്ള ആൾക്കാരോട് ഒറ്റ വാക്കേ പറയാനുള്ളൂ: നിങ്ങൾ നാമം ജപിക്കരുത്. കാരണം ആ നാമജപം പോലും ആവശ്യമില്ലാതെ ആയിപ്പോകും. നാമജപം ഓം ഹരിശ്രീ ഗണതവയ അല്ലെങ്കിൽ ഓം എന്താണോ നിങ്ങൾ ജപിക്കുന്ന നാമം, ആ നാമം ആത്മീയമാണെങ്കിൽ നിങ്ങളുടെ നാവ് ആത്മീയമായി മാറണം. ആത്മീയമായ നാവിൽ നല്ല വാക്കുകളും നല്ല രീതിയിലുള്ള ഉടനവും മാത്രമേ ഉള്ളൂ. വാക്കുകൾ ഉപയോഗിക്കുന്നത് പോലെ വാക്കുകളുടെ അക്ഷരങ്ങളല്ല പ്രാധാന്യം, അത് ഉപയോഗിക്കുന്ന രീതിയിലാണ് ഏറ്റവും പ്രധാനം. രണ്ട് രീതിയിൽ പറയാം. പോടാ എന്നും പറയാം, ബാക്കി ഞാൻ പറയുന്നില്ല അല്ലെ, പല രീതിയിലും പറയാം. പാടാ എന്നും പറയാം, അതിനെ ആസുരഭാവത്തിൽ വാടാ എന്നും ആക്കാം. അത് തീരുമാനം വാക്കുകളല്ല അതിന്റെ. അത് എങ്ങനെ ഉപയോഗിക്കുന്നു, എപ്പോൾ ഉപയോഗിക്കുന്നു, എവിടെ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ ഒരാളെയും വേദനിപ്പിക്കാനോ പരിഹസിക്കാനോ പാടില്ല എന്ന തത്വമാണ് നാമജപത്തിൽ മുഴുനീളം മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ടുള്ള കാര്യം, വാക്കും പ്രവൃത്തിയും എങ്ങനെയാണ് ഒന്നിച്ചു കൊണ്ടുപോകേണ്ടത്. നമുക്കെല്ലാവരും നമുക്ക് പരിചിതമില്ലെങ്കിലും തുളസീദാസ രാമായണത്തിലും പൂന്താനത്തിന്റെ ജ്ഞാനഭാരയിലും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്: അഹങ്കാരം വിടിഞ്ഞ് വിനയത്തോടെ ജീവിക്കുന്നതാണ് ധർമ്മം എന്ന് പറയുന്നത്. കൂടിയല്ലോ പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും എന്ന്
ഓർക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ ദുരാശകളെ ഇല്ലാതാക്കുക എന്നതാണ് ധർമ്മത്തിന്റെ പ്രാധാന്യം. അപ്പൊ ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും നമ്മളെ ധർമ്മത്തിലേക്ക് നയിക്കുന്ന രീതിയിലായി കഴിഞ്ഞാൽ, ധർമ്മത്തിലേക്കുള്ള യാത്ര ആയിക്കഴിഞ്ഞാൽ ആത്മീയത സ്വാഭാവികമായി സംഭവിച്ചു പോകും. നമ്മളെല്ലാം ചെയ്യുന്ന മിക്കവരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് ആത്മീയതയിലേക്ക് സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു, ധർമ്മത്തിനെ പറ്റി ആലോചിക്കുന്നത് പോലുമില്ല. അപ്പോൾ ആത്മീയത സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കാം. മൂന്നാമതായിട്ടുള്ള സമർപ്പണം എന്ന് പറയുന്ന ഒരു ചിന്താഗതി. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമ്മളുടെ ഓരോ പ്രവൃത്തിയിലും ഓരോ വാക്കിലും ഓരോ ചിന്തയിലും, പ്രവൃത്തി എന്ന് പറയുമ്പോൾ കർമ്മം, ചിന്തകളും പ്രവൃത്തികളെല്ലാം കർമ്മത്തിൽ പെടുന്നതാണ്. അപ്പോൾ നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും, അത് വീട് വൃത്തിയാക്കുന്നതായിക്കഴിഞ്ഞോട്ടോ, കൊച്ചുമക്കളെ നോക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് സഹായിക്കുന്നതായിട്ട്, എല്ലാത്തിനും കൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വരനിൽ സമർപ്പിക്കാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്നതെല്ലാം അതിലേക്ക് വേണ്ടിയാണ്, സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന അവസ്ഥയിലായിരിക്കണം. അപ്പോൾ ഈശ്വരനെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെയും സത്യസന്ധതയോടെയും ചെയ്യുന്ന ഏത് ജോലിയും ഒരു വലിയ പൂജയാണെന്ന് തിരിച്ചറിയുക. അല്ലാത്ത പൂജകളൊന്നും ഈശ്വരനിൽ എത്തിച്ചേരുകയില്ല എന്ന് പറയാം. ഇവിടെ ലളിതമായ ഒരു 3 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു പോകാം. കാരണം നിങ്ങൾ അമ്മയും അമ്മൂമ്മമാരും ആയിരിക്കുന്ന നിങ്ങളോട് ലളിതമായ 3 കാര്യങ്ങൾ വയ്ക്കാം. ഒന്നാമതായി നമ്മൾ ശീലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത്. വീട്ടിൽ, അതായത് നമ്മൾ പ്രായമാകുമ്പോൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളെയും കയറി ഇടപെടുക, അതിലൊക്കെ ദേഷ്യപ്പെടുക, അതിലൊക്കെ ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറഞ്ഞ് അവരുടെ എല്ലാ കാര്യങ്ങളിലേക്കും നിയന്ത്രണം എടുക്കുക എന്ന് പറയുന്നത് ഒട്ടും അഭികാമ്യമായ കാര്യമല്ലെന്നും ഇവിടെ ക്ഷമ പാലിക്കുന്നത് വലിയൊരു ആത്മീയ ധർമ്മമാണെന്നും തിരിച്ചറിയുക. കാരണം അവർക്ക് അവരുടേതായ സ്പേസ് നൽകിക്കൊണ്ട്, മക്കൾക്കും കൊച്ചുമക്കൾക്കും അവരുടേതായ സ്പേസ് നൽകിക്കൊണ്ട് നമ്മൾ ജീവിച്ച പോലെ തന്നെ ആയിരിക്കണം അവരെന്ന് ശഠിക്കാൻ പാടില്ല. അവിടെ ക്ഷമശീലം ഉണ്ടാക്കുക തന്നെ വേണം. രണ്ടാമതായി ഞാൻ നിങ്ങളോട് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, വളരെ പ്രധാനമുള്ള കാര്യമാണ്, വാക്കിലെ മിതത്വം എന്ന് പറയുന്നത് പരിശീലിച്ചെടുക്കുക തന്നെ വേണം. ആരെയും കുറ്റപ്പെടുത്താതെയുള്ള സംസാരം ഒരു വ്രതം പോലെ കൊണ്ട് നടക്കാൻ സാധിക്കണം. അല്ലാതെ നിങ്ങൾ എല്ലാ വ്രതങ്ങളും അനുഷ്ഠിക്കുന്നു, പക്ഷെ വാ തുറന്നു കഴിഞ്ഞാൽ മക്കളെയും മരുമക്കളെയും ശകാരിക്കുന്ന, കൊച്ചുമക്കളെയും ശകാരിക്കുന്ന സ്വഭാവമാണെങ്കിൽ നിങ്ങൾ വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ മനസ്സൊരു വിസ്മയത്തിൽ വ്രതത്തെ പറ്റി കൃത്യമായി പറയുന്നുണ്ട്. അതിലേറ്റവും അഭികാമ്യവും ഈശ്വരേച്ഛയുമുള്ള വ്രതമാണ് മൗനവ്രതം എന്ന് പറയുന്നത്. നീ എനിക്ക് മൗനത്തെ തരിക, ഞാൻ എൻ്റെ രാത്രികളെ അതിജീവിക്കാമെന്ന് ഖലീൽ ജിബ്രാഹിം പറഞ്ഞ വാക്കുകൾ. അതിൽ നമ്മൾ കൃത്യമായി പറഞ്ഞു തന്നു. മൗനത്തെക്കാളും വലിയൊരു സമർപ്പണം നമുക്ക് നമ്മോടോ മറ്റുള്ളവരോടോ നൽകാനില്ല. ഇത് ശീലിക്കണം, ഇത് അനുഭവിക്കണം, നിങ്ങൾ ചെയ്യുക തന്നെ. കുറ്റപ്പെടുത്തൽ ഏറ്റവും ഈസിയാണ്. ആർക്കും ആരെയും കുറ്റപ്പെടുത്താം, ഒരു കുഴപ്പമില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് മോദിയെ കുറ്റപ്പെടുത്താം, അല്ലെങ്കിൽ ട്രംപിനെ കുറ്റപ്പെടുത്താം, ഒന്നും വിഷയമില്ല. പക്ഷേ ഇതിന്റെ അളവ് എത്രത്തോളം ഉണ്ട്, ഇത് എത്രത്തോളം നമ്മളെ തകർക്കുമെന്ന് തിരിച്ചറിയും. മൂന്നാമത്തെ കാര്യം, സന്തോഷം പങ്കിടുക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള അറിവുകളോ സ്നേഹമോ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നത് വലിയ പുണ്യമാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ സ്ഥിരവും ഇപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം, എങ്ങനെ എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി ധനം നൽകാം, പണം നൽകാം എന്നതിനെ പറ്റി മാത്രമാണ്. അതിന് ഒരു മൂല്യവുമില്ല എന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ നൽകുന്ന ജീവിതത്തിന്റെ പാഠങ്ങളാണ്, ധർമ്മമാണ്, നിങ്ങൾ അനുവർത്തിച്ചു പോകുന്ന ഒരു നിങ്ങളുടെ ജീവിത രീതിയാണ് നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും നാളെ നിങ്ങളെ ഓർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് ഓർക്കുക. നിങ്ങൾ നൽകുന്ന കാശുകളും കാര്യങ്ങളും ഒക്കെ നിമിഷ നേരം കൊണ്ട് അത് മായ്ക്കപ്പെടുകയും ഇല്ലാതായിക്കുകയും, പക്ഷെ നിങ്ങൾ നൽകിയ മൂല്യം, നിങ്ങൾ നൽകിയ ആ വില, നിങ്ങൾ നൽകിയ ജീവിത സാഹചര്യം ഒരിക്കലും മായാതെ അവർ
അവരുടെ അടുത്ത തലമുറയ്ക്കും എൻ്റെ മുത്തശ്ശി, മുതുമുത്തശ്ശി, മുത്തശ്ശന്മാർ ഇങ്ങനെയായിരുന്നു എന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്പത്ത് എന്നറിയുക. കുല മഹിമ എന്ന് പറയുന്ന വലിയ സംഭവത്തെ നൽകുക. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ നിർത്താൻ പോവാണ്. മന്ത്രം ചൊല്ലുന്നത് കൊണ്ടോ നാമജപം ചൊല്ലുന്നത് കൊണ്ടോ മനസ്സിനെ ശുദ്ധീകരിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കരുത്. പകരം മനസ്സിനെ ശുദ്ധീകരണക്കണമെങ്കിൽ ധർമ്മം പ്രവർത്തിക്കുകയും ആ ശുദ്ധി ജീവിതത്തിൽ കാണിക്കുകയും വേണമെന്നുള്ളതാണ്. ഭഗവാൻ ഗീതയിൽ പറഞ്ഞ പോലെ ഫലേച്ഛ കൂടാതെ ധർമ്മം പാലിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥ ഭക്തൻ എന്നറിയണം. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് ചൊല്ലുന്ന നാമത്തിലും ചൊല്ലുന്ന മന്ത്രങ്ങളിലും അടങ്ങുന്നതല്ല, ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭാഗമാണ്. അതിൽ തന്നെയായിരിക്കണം ശ്രദ്ധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.